കോഴിക്കോട്ടേക്കൊന്ന് പോയാൽ അവിടെ ഉയർന്ന വിമർശനം പിണറായി വിജയനെ മത്സരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായേനെമെന്നാണ്. അനീഷ്, പിണറായി വിജയൻ മത്സരിച്ചതാണ് ഇപ്പോൾ അബദ്ധമായതെന്നാണല്ലേ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ? തീർച്ചയായും കോഴിക്കോട് ജില്ലയാണ് CPM-ന് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ ജില്ലകളിലൊന്ന്. 13 സീറ്റുകളിൽ 11 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതാണ്. ഒപ്പം കഴിഞ്ഞ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ CPM-ന് കഴിഞ്ഞ ഒരു ജില്ല കൂടിയാണ്. പക്ഷേ ഇത്തവണ ഒറ്റ സീറ്റിലേക്ക് മലബാറിൽ തന്നെ മുഹമ്മദ് റിയാസ് എന്ന ഒറ്റ MLA മാത്രം ഉള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ ഉയർന്നിരുന്നത്. ഒരുപക്ഷെ പിണറായി വിജയൻ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ മത്സരഫലം മറ്റൊന്ന് ആയേനെ എന്നാണ് പ്രതിനിധികൾ പറയുന്നത്. സീറ്റ് പിടിച്ചെടുക്കാനെന്ന പേരിൽ ഒരു സ്റ്റാർ ഫൈറ്ററായ KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജനങ്ങളെ പുച്ഛിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. ഈ പേരാവൂർ സീറ്റ് പിടിച്ചെടുക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിൽ ധീരത കാട്ടേണ്ടത് പിണറായി വിജയനായിരുന്നു. അദ്ദേഹം അവിടെ മത്സരിച്ച് സണ്ണി ജോസഫിനെ തോൽപ്പിക്കേണ്ട ഒരു സാഹചര്യം, അങ്ങനെ ഒരു മാതൃക കാട്ടണമായിരുന്നുവെന്നും പ്രതിനിധികൾ വിമർശിച്ചു. ഒപ്പം സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. MV ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്കെതിരാവുന്ന സാഹചര്യമുണ്ട് എന്നും പറയുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ തിരിച്ചടികളിൽ നിന്നും പാഠം പാർട്ടി ഉൾക്കൊള്ളുന്നില്ല എന്ന വിമർശനവും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമാണ് എന്ന് പറയുന്നു. 2 തവണ മുഖ്യമന്ത്രിയായിരുന്നയാൾ വീണ്ടും മത്സരിച്ച് ജയിക്കുമ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതാവായി എന്തിന് എടുക്കുന്നുവെന്നും പറയുന്നു. ഒപ്പം ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ നയമാണ് പാർട്ടിക്കുള്ളത്. ആ നയരാഹിത്യം ജനങ്ങൾക്കിടയിൽ ആശങ്ക വരുത്തുന്നു. പ്രത്യേകിച്ചും ഈ നേതാക്കളെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തികഞ്ഞ ആശയക്കുഴപ്പമുണ്ട്. G സുധാകരനെയും തോമസ് ഐസക്കിനെയും ഒക്കെ മത്സരിപ്പിക്കാതിരിക്കുക, KK ശൈലജ ടീച്ചർക്ക് അർഹമായ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കൊടുക്കാതിരിക്കുക, പിന്നീട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർട്ടിക്ക് വേണ്ട അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് സീറ്റ് നൽകുന്നതിൽ യാതൊരു മടിയും കാണിക്കാതിരിക്കുക തുടങ്ങിയ ഓരോ കാലത്തും ഓരോ നയം സ്വീകരിക്കുന്നതും വലിയ തിരിച്ചടിയായി മാറുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.